നെറ്റ് എക്സാം എഴുതുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യുന്ന ഈ ഏതൊരു ക്രൈറ്റീരിയ ആണെങ്കിലും അത് ഓരോന്നും ഒരു മൈൽ സ്റ്റോൺ ആണ്. ഈ നെറ്റൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് പെർസ്യൂ ചെയ്യുക. ആദ്യമൊക്കെ നമുക്ക് ഫുൾ സെറ്റ് ബാക്സ് ആയിരിക്കും. നമുക്ക് ഇപ്പം ഈ പറഞ്ഞതൊരു പെട്ടെന്ന് ലീനിയർ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് ആവത്തില്ല. പക്ഷെ ഇതാണ് പ്രോസസ്സ്. ഇതിനകത്ത് നമ്മൾ എവിടെ വീണാലും വീണ്ടും വന്നിട്ട് ആ ഒരു സീറോ സ്റ്റേജ് മുതൽ വീണ്ടും പോകാനുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ സെറ്റ് ബാക്ക് വരുമ്പോൾ ഇനിയും കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാടായിരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പല ഫേസിൽ ഈ ഒരു 1 ഇയർ ഒട്ടും ഈസി ആയിരുന്നില്ല. പക്ഷേ നമ്മൾ പോകെ നമുക്കത് ആ ഒരു എനർജി നമുക്ക് കിട്ടും. വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. കുറേ തവണ നമ്മൾ ഫെയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം ശരിയാവും. ഹായ് എവരിവൺ. നെറ്റ് അല്ലെങ്കിൽ JRF ഒക്കെ ക്വാളിഫൈ ചെയ്ത ശേഷം ഇനി എന്ത് അല്ലെങ്കിൽ PhD എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ JRF ക്വാളിഫൈ ചെയ്യുന്നത്. പ്രത്യേകിച്ചും I+ൻ്റെയൊക്കെ ഓരോ വർഷവും ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ നെറ്റ് JRF യോഗ്യതയിലേക്കൊക്കെ എത്താറുണ്ട്. അതിനുശേഷം നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയങ്ങളൊന്നാണ്, സാറേ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് PhDയിലേക്ക് നമുക്ക് എത്തുക, എന്ന് മുതലാണ് നമുക്ക് ഈ JRFൻ്റെ സ്റ്റൈഫൻഡ് കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ സംശയങ്ങളായിട്ട് മിക്കവാറും ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലുണ്ടാവും. പ്രത്യേകിച്ചും ഓരോ യൂണിവേഴ്സിറ്റികളിലും അത് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. അതിൻ്റെ പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു ചട്ടവട്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൈഡ് ലൈൻസോ ഒന്നും പലയിടത്തും അവൈലബിൾ അല്ല. ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പാകത്തിനുള്ള രീതിയിൽ പബ്ലിക്കലി അവൈലബിൾ അല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിലേക്ക് എത്തുക അല്ലെങ്കിൽ PhDയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള കാര്യം I+ൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥിയായിട്ടുള്ള ഡോണ ഇന്ന് നമ്മളോട് വിശദീകരിക്കുകയാണ്. സ്വാഗതം ഡോണ. ഡോണ ശരിക്കും I+ൻ്റെ ഉദ്യോഗാർത്ഥിയായിരുന്നു. ഇംഗ്ലീഷിൽ JRF നേടിയിട്ടുണ്ട്. നിങ്ങൾക്ക് I+ൻ്റെ ചാനൽ നോക്കിയാൽ തന്നെ കാണാൻ കഴിഞ്ഞ വർഷം നമ്മുടെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ JRF നേടിയത് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ ഡോണയുടെ വീഡിയോ നമ്മൾ ഇതേ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഡോണ ഒരു വലിയ പ്രോസസ്സിന് ശേഷം PhDയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ MG യൂണിവേഴ്സിറ്റിയിലാണ് ഡോണ ഇപ്പോൾ PhDക്ക് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. അപ്പോൾ JRF നേടിയത് മുതൽ അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്തത് മുതൽ PhDയിൽ ഇപ്പോൾ അഡ്മിഷൻ നേടിയത് വരെയുള്ള ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് ഡോണ ഇന്ന് നമ്മളോട് വിശദീകരിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പേരുടെ സംശയങ്ങൾക്ക് ഉത്തരം കൂടി ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഡോണെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്യാമോ, എങ്ങനെയാണ്? നമുക്കറിയാം കഴിഞ്ഞ വർഷമായിരുന്നു ഡോണ ഈ ഒരു ഇംഗ്ലീഷ് JRFലേക്ക് എത്തിയത്. JRFലേക്ക് എത്താനുണ്ടായ കഷ്ടപ്പാടും ഒക്കെ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം PhD എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു മനസ്സിൽ, അല്ലേ? അപ്പോൾ ആ ഒരു PhDയുടെ ആദ്യത്തെ ഘട്ടം അല്ലെ, ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ PhDയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു പ്രോസസ്സുകൾ എന്നുള്ളതൊന്ന് പറയാമോ? സർ, ഞാൻ 2023 ഡിസംബറിൽ എഴുതിയ എക്സാമാണ് ക്ലിയർ ചെയ്തത്. ജാനുവരിയിലായിരുന്നു റിസൾട്ട് വന്നത്. അതിനുശേഷം ഇപ്പോൾ കറക്റ്റ് 1 ഇയർ ആയിട്ടുണ്ട് ഞാൻ കയറാനായിട്ട്. JRF കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ നെറ്റ് മാത്രമാണ് ആ ടൈമിൽ എക്സ്പെക്ട് ചെയ്തിരുന്നത്. JRFൻ്റെ കട്ട് ഓഫ് എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. JRF കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് PhD എന്നുള്ള അതൊരു ലോങ് ടേം ഗോളായിട്ടാണ് ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ PhDയുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം എന്ന് അപ്പോഴാണ് എനിക്ക് ഒരു റിയലൈസേഷൻ വരുന്നത്. അപ്പോൾ JRF കിട്ടി. അതിനുശേഷം പിന്നീട് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ 3 ഇയേഴ്സിനുള്ളിൽ നമ്മൾ കയറിയാലേ നമുക്ക് ആ ഫെലോഷിപ്പ് അവെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാനാണ് എല്ലാവരും പറഞ്ഞത്. കാരണം 2 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സംഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻഫർമേഷനാണ് ആദ്യം എനിക്ക് കിട്ടിയത്. അതേപോലെ തന്നെ അന്ന് എനിക്കൊരു എൻ്റെ കുഞ്ഞിനന്ന് 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുൾ ടൈമറായിട്ട് വേണമല്ലോ കയറാൻ. നമ്മൾ ഫെലോഷിപ്പ് അവെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം സ്കോളറായിട്ട് വേണം നമ്മൾ യൂണിവേഴ്സിറ്റീസിൽ കയറാനായിട്ട്. അപ്പോൾ പാർട്ട് ടൈം ആണെങ്കിൽ നമുക്ക് ഫെലോഷിപ്പ് കിട്ടില്ല. അപ്പം പെട്ടെന്ന് തന്നെ കയറാമെന്നുള്ളത് അപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ ചെയ്തത് എൻ്റെ കോൺടാക്റ്റിലുള്ള റിസർച്ച് സ്കോളേഴ്സിനോട് സംസാരിക്കുകയായിരുന്നു. എനിക്ക് കോണ്ടാക്റ്റുള്ള എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെയുള്ളവരോടൊക്കെ വിത്തിൻ ഇന്ത്യ, കേരളത്തിനുള്ളിലും ഒക്കെ യൂണിവേഴ്സിറ്റീസിൽ ചെയ്യുന്നവരോട് എങ്ങനെയാണ് PhDയുടെ പ്രോസസ്സ് എന്നൊക്കെ ഒത്തിരി പേരോട് ചോദിച്ചു. പല യൂണിവേഴ്സിറ്റീസിലെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി. എൻ്റെ പർട്ടിക്കുലർ കേസാണ്. എനിക്ക് കുഞ്ഞിനെ വിട്ട് ദൂരെ പോകാനോ റീലൊക്കേറ്റ് ചെയ്യാനോ ഹോസ്റ്റലിൽ നിൽക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് മാത്രം അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് എത്തി. അതായത് കേരള അല്ലെങ്കിൽ MG അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് മാത്രം നോക്കാം എന്നുള്ളത് മനസ്സിലായി.
അപ്പോൾ റിസർച്ച് സ്കോളേഴ്സിനോട് സംസാരിച്ച് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ആയതിനു ശേഷം പിന്നീട് ഞാൻ ആ യൂണിവേഴ്സിറ്റീസിൽ PhD ചെയ്യുന്നവരോട് സംസാരിച്ചു. എന്നിട്ട് അവിടുത്തെ റിസർച്ച് പ്രൊപ്പോസലിൻ്റെ ഫോമാറ്റിനെ പറ്റി മനസ്സിലാക്കി. അപ്പോൾ ഫോമാറ്റിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എഴുതി തുടങ്ങാം എന്നുള്ളൊരു ഇതായി. പക്ഷേ അപ്പോഴും ഏരിയ എന്ത് ചൂസ് ചെയ്യണം, ഇപ്പോഴത്തെ റെലവൻറ്റ് ഏരിയ ഏതാണ് എന്നുള്ളതൊന്നും അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം 2019 MA പാസ് ഔട്ടാണ് ഞാൻ. അപ്പോൾ അതിനുശേഷം B.Edനൊക്കെ പോയി ആ ഒരു ഗ്യാപ്പ് എനിക്കുണ്ട്. അപ്പം ഇപ്പോഴത്തെ റെലവൻറ്റ് ടോപ്പിക് എന്താണ് എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. വായിച്ചു തുടങ്ങുക എന്നുള്ളതേ അപ്പം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ വായിച്ചു. പല പല ഏരിയാസ് ഇങ്ങനെ ഇടയ്ക്ക് സ്ട്രൈക്ക് ചെയ്യും. പിന്നെ അതിനെപ്പറ്റി കുറച്ച് വായിക്കുമ്പോൾ അത് വേണ്ടാന്ന് തോന്നും. അങ്ങനെ ഒരു ലൂപ്പിൽ കുറച്ച് നാൾ കിടന്ന് കറങ്ങി, ടോപ്പിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാതെ. അങ്ങനെ ലാസ്റ്റ് ഒരു ടോപ്പിക്ക് ഓക്കെ ആയി വന്നു. അതിലൊരു റിസർച്ച് പ്രൊപ്പോസലൊക്കെ എഴുതി ഒരു ഗൈഡിനെ കോൺടാക്ട് ചെയ്തു. റിസർച്ച് പ്രപ്പോസൽ എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ? നമുക്കൊരു കീ നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തുക, റിസർച്ച് പ്രപ്പോസൽ എഴുതി തുടങ്ങാം. അപ്പം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പലപ്പോഴും പോകത്തില്ല ഈ പ്രോസസ്സ്. ചിലപ്പോൾ നമ്മൾ ഈ റിസർച്ച് പ്രപ്പോസൽ എഴുതി പകുതി ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺവിക്ഷൻ ഇല്ലാതെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഗൈഡിൻ്റെ അടുക്കൽ എത്തുമ്പോഴോ ഡോക്ടറൽ കമ്മിറ്റിയിലൊക്കെ പിന്നീട് നമ്മൾ പോകുമ്പോഴോ ഒക്കെ നമ്മൾ വീണ്ടും നമ്മൾ ഈ ഒരു ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തുക, പല പല ചിലപ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും. എന്നാലും ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തി നമ്മൾ റിസർച്ച് പ്രൊപ്പോസൽ എഴുതി തുടങ്ങാം. എഴുതി തുടങ്ങി നമ്മൾ അതിൽ ഏകദേശം ഒരു പൂർണ്ണ രൂപം ആകുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാനായിട്ട് തുടങ്ങാം. എനിക്ക് JRF ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഡയറക്റ്റ് ഗൈഡിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അന്ന് MG യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞാൻ ഗൈഡ്സിനെ കോൺടാക്ട് ചെയ്തു. നമ്മൾ ആദ്യമൊന്നും കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് സ്ലോട്ട്സ് ഉണ്ടാവില്ല. കാരണം നമുക്ക് ഒരു ഗൈഡിന് ഇത്ര സ്റ്റുഡൻറ്റിനെ ഇൻടേക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അസോസിയേറ്റ്, അതിനനുസരിച്ചൊക്കെ അത് മാറും. അങ്ങനെ കുറേ നമ്മൾ ശ്രമിച്ചു കഴിയുമ്പോൾ ചിലപ്പം നമുക്കൊരു ഗൈഡിനെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. എനിക്ക് അങ്ങനെ ഒരു മാമിനെ അന്ന് കിട്ടി. മാമിനെ കിട്ടിയതിന് ശേഷം ഞാൻ ഈ ടോപ്പിക്ക് മാമിനോട് സംസാരിച്ചു. അപ്പോൾ മാമിനെ അത് എനിക്ക് താല്പര്യമുള്ള ഏരിയ മാമിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിനുശേഷം പിന്നീട് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഈ ഗൈഡിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, പലപ്പോഴും റിജക്ഷൻ സംഭവിക്കാം അല്ലേ? പക്ഷെ നമ്മൾ വീണ്ടും അപ്ലൈ വീണ്ടും നമ്മൾ ട്രൈ ചെയ്യും. നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്ന ഗൈഡ്സ് ഒന്നും നമ്മളെ എടുക്കണമെന്നില്ല. ഒരുപാട് ചിലപ്പോൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഗൈഡ്സിനെ നമുക്ക് ശരിയായി വരുന്നത്. റിസർച്ച് ചെയ്യാനുള്ള ഒരു കീൻ ഇൻട്രസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതെ, ഒരുപാട് റിജക്ഷൻസ് ഫേസ് ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള, കാരണം നമ്മൾ ഏത് മൊമെന്റിൽ നിന്ന് നമ്മൾ വീണ്ടും ബാക്ക് ടു നമ്മൾ ആ ഒരു 0 സ്റ്റേജിലേക്ക് നമ്മൾ വീണ്ടും വരും. അപ്പോൾ പിന്നെ ഗൈഡ് ഓക്കെ ആയതിനു ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. ആപ്ലിക്കേഷൻ ഇതേപോലെ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ രീതിയിലാണ് ആപ്ലിക്കേഷൻ. JRF ഉള്ളതുകൊണ്ട് തന്നെ എനി ടൈം രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷെ അത് എല്ലാ യൂണിവേഴ്സിറ്റീസും അവൈൽ ചെയ്യാൻ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പം മാക്സിമം പെട്ടെന്ന് കയറുക എന്നുള്ളൊരു ഇതായതുകൊണ്ട് ബ്രിമ്മിൽ നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ആക്ച്വലി അത് ആ ഒരു കേസ് നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എനി ടൈം ഓപ്ഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റീസും 6 months കൂടുമ്പോൾ നമുക്ക് PhD കോൾ ഫോർ ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് നെറ്റ് ക്വാളിഫൈഡും PhD ഓൺലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസ് JRFകാരെ സെപ്പറേറ്റ് വിളിക്കും, അപ്പോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി ഏതാണോ അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ അവരെ മെയിൽ ത്രൂ അല്ലെങ്കിൽ നമ്മൾ കോൾ ത്രൂ കോൺടാക്ട് ചെയ്ത് എങ്ങനെയാണ് അവിടുത്തെ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ റിസർച്ച് പ്രൊപ്പോസലും അപ്ലോഡ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ റിസർച്ച് പ്രൊപ്പോസൽ റെഡിയാക്കി വെക്കണം എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കൂടെ തന്നെ നമ്മൾ റിസർച്ച് പ്രൊപ്പോസലും നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവർ ഡോക്ടറൽ കമ്മിറ്റി എപ്പോഴാണെന്ന് അറിയിക്കും. ഡോക്ടറൽ കമ്മിറ്റിയുടെ മുന്നിൽ നമ്മളുടെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഗൈഡിനെ കൺവിൻസ് ചെയ്ത പോലെ തന്നെ നമ്മൾ അവരെയും കൂടെ കൺവിൻസ് ചെയ്യണം. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം.
അതിനുശേഷമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഇന്നായി എന്ന് നമുക്ക് പറയാൻ ഡോക്ടർ കമ്മിറ്റിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, അതും കറക്റ്റ് ആയിട്ട് നമ്മൾ പാസ്സാവണം അല്ലേ? അതെ സർ. അവിടെയും വേണമെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ചിലപ്പോൾ റിജക്ട് ചെയ്യപ്പെടാം, നമ്മൾ വീണ്ടും മറ്റൊരു പ്രപ്പോസലായിട്ട് വീണ്ടും അപ്രോച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ലോങ് പ്രോസസ്സ് തന്നെയാണ്. ഈ നമ്മൾ PhD ആദ്യം ഒരു കീൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്, അതിനുശേഷം ഒരു റിസർച്ച് പ്രപ്പോസൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്, അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഓരോ യൂണിവേഴ്സിറ്റികളിലും വ്യത്യസ്തമായിരിക്കും അല്ലേ? ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മറ്റൊന്നായിരിക്കാം, കേരളത്തിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ മറ്റൊന്നായിരിക്കാം. അപ്പോൾ അത് അനുസരിച്ച് കണ്ടുപിടിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ പോയിട്ട് എന്തായാലും ഫൈനലി ഒരു ഡോക്ടറൽ കമ്മിറ്റി മീറ്റിങ്ങിനെ നമ്മൾ അതിനെ ഫേസ് ചെയ്ത് ഇന്റർവ്യൂ പാസ്സാവുക എന്നുള്ളതാണ്. ഓക്കെ. അതിനുശേഷം പലരുടെയും സംശയമാണ് ഈ JRF എപ്പോൾ മുതലാണ് കിട്ടി തുടങ്ങാന്നൊക്കെയുള്ളത്. ചിലർ ഇപ്പോൾ ഇത് നമ്മൾ പാസ്സായി, ഇപ്പോൾ ഡോക്ടർ കമ്മിറ്റി അപ്രൂവ് ചെയ്താൽ ഉടനെ നമുക്ക് ആ മാസം തൊട്ട് അങ്ങനെ അങ്ങ് കിട്ടി തുടങ്ങുകയാണോ? അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ഫെലോഷിപ്പ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട്? ഫെലോഷിപ്പ് കിട്ടുന്നതിന് ഇപ്പം നമ്മൾ ഡോക്ടർ കമ്മിറ്റിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തു, അവർ നമ്മളെ അന്ന് തന്നെ നമ്മൾ ഇന്നായോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം പിന്നീട് നമ്മൾ രജിസ്ട്രേഷൻ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ ചെയ്തത്. അതൊരു 2 ഡേയ്സിനകം നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ മെയിൽ ചെയ്ത് തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പറായി, നമുക്കൊരു ഐഡന്റിറ്റി ആയിട്ടുണ്ട് അപ്പം തന്നെ. അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് റിസർച്ച് സെന്ററിൽ പോകാം. ഇപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നമുക്കൊരു അലോട്ടഡ് റിസർച്ച് സെന്റർ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അവിടേക്ക് പോയിട്ട് അവിടെ കുറച്ച് ഡോക്യുമെന്റേഷൻസ് പെൻഡിങ് ഉണ്ടാവും. അവിടുത്തെ നമ്മൾ അതോറിറ്റീസിനെയൊക്കെ മീറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ പ്രിൻസിപ്പൽ, ഗൈഡ്, HOD. റിസർച്ച് സെന്റർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോളേജ്. അപ്പോൾ എൻ്റെ കേസിൽ ചങ്ങനാശ്ശേരി SP കോളേജ്, അവിടുത്തെ സർ, PhD കോർഡിനേറ്റർ, ഇവരെയൊക്കെ മീറ്റ് ചെയ്യുക. അപ്പം എന്നിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അവരെ നമ്മൾ അറിയിക്കുക. അതിനുശേഷം അവിടുത്തെ ഫീസ് പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ജോയിനിങ് റിപ്പോർട്ട് MG യൂണിവേഴ്സിറ്റിയിലല്ലേ? അപ്പോൾ ഏകദേശം ഒരു ഫീസ് എത്രയായിരുന്നു നമ്മൾ ഈ ഒരു ഫസ്റ്റ് അടയ്ക്കേണ്ടി വരിക? ഫീസ് കുറവാണ്. നമ്മളൊരു ലൈബ്രറി ഫീ, കോളേജിലെ നമ്മൾ എല്ലാ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നതും യൂണിവേഴ്സിറ്റി ഫീ എല്ലാം കൂടെ 7,000 ആ റേഞ്ചിലാണ് വരിക. കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളായാലും ഒരു 10,000 ആ റേഞ്ചിലായിരിക്കാം. അതെ, ആയിരിക്കാം. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കാം. പിന്നീട് നമ്മൾ ജോയിനിങ് റിപ്പോർട്ട്, അതാണ് നമ്മുടെ വേറൊരു മെയിൻ, നമ്മുടെ റിസർച്ച് പ്രൊപ്പോസൽ പോലെ, നമ്മുടെ രജിസ്ട്രേഷൻ ഓർഡർ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡോക്യുമെൻ്റ് ആണ് ജോയിനിങ് റിപ്പോർട്ട്. അത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതേ ആൾക്കാരെ കൊണ്ട് തന്നെ സൈൻ സീൽ, നമ്മുടെ ഗൈഡ്, നമ്മുടെ HOD, PhD കോർഡിനേറ്റർ, പ്രിൻസിപ്പൽ, ഇതാണ് നമ്മളുടെ ഇനി മുതൽ അങ്ങോട്ട് നമ്മൾ ഇവരെ പല സ്റ്റേജിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അവരുടെ സൈനിനും സീലിനും ശേഷം ഒന്നുകിൽ കോളേജ് തന്നെ ഫോർവേഡ് ചെയ്യും യൂണിവേഴ്സിറ്റിക്ക്, അല്ലെങ്കിൽ നമ്മൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. അപ്പം നമ്മളുടെ ജോയിനിങ് ഡേറ്റ് നമുക്കതിൽ എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് ശരിക്കും നമ്മളുടെ ഫെലോഷിപ്പ് കിട്ടുന്നതിനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്ത ഡേറ്റോ ഡോക്ടർ കമ്മിറ്റി ഫേസ് ചെയ്ത ഡേറ്റോ ഒന്നും ആയിരിക്കില്ല. നമ്മൾ കോളേജിൽ എന്നാണോ നമ്മൾ റെഗുലറായിട്ട് പോയി തുടങ്ങിയത്, അന്ന് മുതലാണ് നമ്മുടെ ജോയിനിങ് ഡേറ്റ്. ജോയിനിങ് റിപ്പോർട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് SFMP എന്ന് പറയുന്ന പോർട്ടലിൽ നമുക്ക് രജിസ്ട്രേഷൻ തുടങ്ങാം. അതാണ് ഫെലോഷിപ്പ് അവൈൽ ചെയ്യാനുള്ള UGCയുടെ പോർട്ടലാണ് SFMP പോർട്ടൽ. SFMP പോർട്ടൽ നമ്മൾ അത് മാനേജ് ചെയ്യുന്നത് കോളേജിൻ്റെ ഓഫീസിൽ നിന്നാണ്. പക്ഷെ അവർ സമയാസമയത്ത് ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ നെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്, JRFൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റുകൾ, നമ്മളുടെ മെയിനായിട്ട് PG മാർക്ക് ലിസ്റ്റുകൾ, പിന്നെ ചില കേസിൽ നമ്മൾ ഡിക്ലറേഷൻ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഗൈഡ് വേറെ കോളേജിലാണെന്നുണ്ടെങ്കിൽ ഗൈഡിനും ഈ കോളേജിലെ റിസോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിക്ലറേഷൻ. ഇത്രയും ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കോളേജ് ഓഫീസിന് കൊടുക്കുവാണെങ്കിൽ അവർ തന്നെ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് UGC വെരിഫിക്കേഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ഈ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഒത്തൻറ്റിക് ആണ്, അതിന് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ UGC അത് വെരിഫൈ ചെയ്യും, അപ്രൂവ് ചെയ്യും. ഓക്കെ. ഈ JRF എന്ന് പറയുന്നത് 42,000 ആണ് ഇപ്പോഴത്തെ നിലയിലുള്ള സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് അല്ലേ? അതെ സർ, 37,000 ആണ് ഫെലോഷിപ്പ്. പ്ലസ് നമുക്ക് HRA വരുന്നത് ഒരു 10% ആണ്. JRFന്റെ സമയത്ത് 3,700. പിന്നെ അതുകൂടാതെ നമുക്ക് 3 months കൂടുമ്പോൾ നമുക്ക് കണ്ടിൻജൻസി അവൈൽ ചെയ്യാം. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ക്വാർട്ടർലി ആണ്. 3 months കൂടുമ്പോൾ 2,500. അത്രയാണ് നമ്മുടെ റിസർച്ചിന് ആവശ്യമായ റിസർച്ചിന്. ഇതെല്ലാം നമുക്ക് അതെ റിസർച്ചിന് നമുക്ക് ചെലവുകളുണ്ട്. ബിക്കോസ് നമുക്ക് പല
പല കോൺഫറൻസസ് അറ്റൻഡ് ചെയ്യണം, പ്രസൻറ്റേഷൻസ്, പബ്ലിക്കേഷൻസ്, ബുക്സ് വാങ്ങേണ്ടി വരും. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ, ഒരു 5 years ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ഫാമിലിയെ ഒത്തിരി കഷ്ടപ്പെടുത്താതെ PhD ചെയ്യാം എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഈ ഒരു JRF എമൗണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെയാണ് ഇപ്പോൾ തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 5 years ആണ് ഇത് കിട്ടുക അല്ലേ, ഫെലോഷിപ്പ് നമുക്ക് കിട്ടുക 5 years ആണ്. ഫസ്റ്റ് 2 years നമ്മൾ JRF ആണ്, ജൂനിയർ റിസർച്ച് ഫെലോ. അതിനുശേഷം നമുക്ക് ഒരു അപ്ഗ്രഡേഷൻ, നമ്മളുടെ റിസർച്ചിൽ നമ്മൾ കാര്യമായ പ്രോഗ്രസ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സീനിയർ റിസർച്ച് ഫെലോ ആവാം. അപ്പം നമുക്ക് കുറച്ച് നമുക്ക് ആ ഫെലോഷിപ്പ് എമൗണ്ടിലും ചെറിയ കൂടുതലാവും. ശരി, ഓക്കെ. ഇത് നമ്മൾ JRF അവൈൽ ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് വരിക. ഇപ്പോൾ PhD ഓൺലി ആണ്, ചിലരിപ്പോൾ PhD ഓൺലി മാത്രം ക്വാളിഫൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, സാറേ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ നെറ്റ് മാത്രമാണ് ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണ്, കൂടാതെ PhD കയറിയിട്ട് നെറ്റ് മാത്രമായിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ കോൾ ഫോർ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? അതെ. ഇതിനകത്ത് നമ്മൾ ഈ നെറ്റ് എക്സാം എഴുതുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യുന്ന ഈ ഏതൊരു ക്രൈറ്റീരിയ ആണെങ്കിലും അത് ഓരോന്നും ഒരു മൈൽ സ്റ്റോൺ ആണ്. നമ്മൾ PhD ഓൺലി ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് 1 year ആണ് അതിൻ്റെ ടൈം ലൈൻ. ആ ടൈം ലൈനിനുള്ളിൽ നമ്മൾ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച്. ഇപ്പോൾ ചിലർക്ക് ചില യൂണിവേഴ്സിറ്റീസ് തന്നെ, ചിലർ IITs NITs അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് ടീം. അതിനനുസരിച്ച് ഇതിനെല്ലാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റി ആദ്യം മൈൻഡിൽ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഏത് ക്രൈറ്റീരിയ, ഇപ്പോൾ നെറ്റ് ആണെങ്കിലും ക്വാളിഫൈഡ് ഫോർ PhD ആണെങ്കിലും JRF ആണെങ്കിലും യൂണിവേഴ്സിറ്റി ഫിക്സ് ചെയ്യുക. അതിനനുസരിച്ച് ഈ പ്രോസസ് ഒക്കെ സെയിം ആണ്. അവർക്കും സ്റ്റൈപ്പൻഡ് ഉണ്ടാവുമായിരിക്കും, യൂണിവേഴ്സിറ്റി തരുന്ന ഒരു സ്റ്റൈപ്പൻഡ് അവർക്കും കിട്ടേണ്ടതാണ്. JRFന്റെ എമൗണ്ടിന്റെ അത്ര ഉണ്ടാവില്ല എങ്കിലും ഒരു സ്റ്റൈപ്പൻഡ് അവർക്കും അങ്ങനെ അത്ര എമൗണ്ട് തന്നെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വർക്കിംഗ് ആണെങ്കിൽ മിക്ക ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ആക്ച്വലി പാർട്ട് ടൈം PhD ആയിരിക്കും. കാരണം അവർക്ക് ഒരേ സമയം കരിയറിൽ ഒരു പ്രോഗ്രസ്സും ഉണ്ടാവും, കൂടെ PhD കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതായിരിക്കും എനിക്ക് തോന്നുന്നു നെറ്റ് ആൻഡ് PhD ഉള്ളിലുള്ള കൂടുതൽ പേര് ഓപ്റ്റ് ചെയ്യുന്നത്. ഏതാണെങ്കിലും റിസർച്ചിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളതിൽ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നാവാൻ പറ്റും. ഡോണ, ഇപ്പോൾ എങ്ങനെയാണ് JRFൽ നിന്ന് ഒരു PhD അഡ്മിഷൻ വരെ എത്തുക എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കുറേ പ്രോസസ്സുകൾ ഇതിന്റെ ഇടയ്ക്കുണ്ട്. റിസർച്ചിനോടൊരു ആത്മാർത്ഥമായ ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ PhDക്ക് ജോയിൻ ചെയ്താൽ പോലും ഇനിയുള്ള വർഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാളും ഇന്റൻസീവ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റ് ആയിരിക്കും അല്ലേ? ഒരുപാട് കഷ്ടപ്പെടാനുണ്ട്. ഇതുവരെ കഷ്ടപ്പെട്ടൊന്നും ആയിരിക്കില്ല. ഇനിയായിരിക്കും മേ ബി ശരിക്കുള്ള ഒരു ഇനിയായിരിക്കും ആ ഒരു സ്ട്രെസ്സിലേക്ക് നമ്മൾ പോകുന്നത്. പക്ഷെ എന്നാലും റിസർച്ച് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിന് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് JRF കിട്ടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നെറ്റൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് പെർസ്യൂ ചെയ്യുക. ആദ്യമൊക്കെ നമുക്ക് ഫുൾ സെറ്റ് ബാക്സ് ആയിരിക്കും. നമുക്ക് ഇപ്പം ഈ പറഞ്ഞതൊരു പെട്ടെന്ന് ലീനിയർ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് ആവത്തില്ല. ഞാൻ തന്നെ എഴുതിയ ഒരുപാട് റിസർച്ച് പ്രൊപ്പോസൽ ആദ്യമൊന്നും എഴുതുന്നൊന്നും ശരിയാവണമെന്നില്ല. പിന്നെ ഗൈഡ്സ് ചിലപ്പോൾ ആദ്യമേ ശരിയാവണമെന്നില്ല. യൂണിവേഴ്സിറ്റി ചിലപ്പോൾ നമ്മളെ ഈ ഡോക്ടർ കമ്മിറ്റിയിൽ ചിലപ്പോൾ നമുക്ക് ഇന്നാവാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഇതാണ് പ്രോസസ്സ്. ഇതിനകത്ത് നമ്മൾ എവിടെ വീണാലും വീണ്ടും വന്നിട്ട് ആ ഒരു 0 സ്റ്റേജ് മുതൽ വീണ്ടും പോകാനുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ, സെറ്റ് ബാക്ക് വരുമ്പോൾ ഇനിയും കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പാടായിരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പല ഫേസിൽ ഈ ഒരു 1 year ഒട്ടും ഈസി ആയിരുന്നില്ല. എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പോകെ നമുക്കത് ആ ഒരു എനർജി നമുക്ക് കിട്ടും. വീണ്ടും ട്രൈ ചെയ്യുക. കുറേ തവണ നമ്മൾ ഫെയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം ശരിയാവും. ഓക്കെ, എന്താണെങ്കിലും വീണു പോകാതെ തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഡോണ നമ്മളോട് പറയുന്നത്. PhDക്ക് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കും എന്നുള്ള കാര്യവും ഡോണ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചതിന് നന്ദി. iPlusന്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ PhDക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. എത്രയും നന്നായിട്ട് PhD ചെയ്ത് ഡോക്ടർ ഡോണ എന്നുള്ള പേര് കിട്ടി പുറത്തിറങ്ങാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ സാർ.